എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 69 പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കണേ. 69-70 പോയിൻ്റ് അടുത്തേ ഉള്ളൂ. അപ്പോൾ 69-70 എന്ന് പറയുമ്പോൾ മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് 25,049. 25,049 പ്ലസ് 70 25,119 25,119 19 എന്ന് പറയുമ്പോൾ 121 19 98 19 എന്തെങ്കിലും കാണണം. ഒന്നും കാണാതെ 19 കൊണ്ട് നിർത്തിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. ഇന്ന് കൺസോൾട്ടേഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഈ ബോക്സിന് പുറത്തേക്ക് പോയാൽ, അതായത് ഈ ഒരു യെല്ലോ ലൈൻ ഉണ്ട്, ഈ യെല്ലോ ലൈൻ താഴത്തേക്ക് വരുന്നത് വരെ മാർക്കറ്റ് നല്ല കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു സ്മൂത്തായിട്ടൊരു ലോങ് ഡ്രൈവ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിന് പുറത്ത് ഒരു 60% എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്ക് ഒരു അപ്പർ സൈഡ് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാലും ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാനീ പറയുന്ന ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ, അത് നന്നായിട്ടൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് 25,137 പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 175 ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട്, അത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് 25,272 ഇട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ബോക്സിനകത്ത് തന്നെ ആയിരിക്കും ഇന്ന് മാർക്കറ്റ് മെജോറിറ്റി വരാനുള്ള ചാൻസ്. ഈ ബോക്സ് നമ്മൾ ഇന്നലെ വരച്ചിട്ടിരിക്കുന്നതാണ്, ബോക്സ് അതേപോലെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ താഴത്തേക്ക് വരികയാണെങ്കിൽ, അതായത് നിൽക്കുന്ന ഗ്രീൻ ലൈൻ 25,043 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ പിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് 24,948 ആണ്. അതിന് താഴത്തേക്ക് വന്നാൽ 24,877 മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എന്തായാലും വെക്കുക. ഇനി നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം. നമ്മളിന്ന് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് 25,000 സിയും അതേപോലെ 25,200 പി ആണ് നമ്മൾ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ
പിയുടെ സപ്പോർട്ട് ലെവൽ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഏരിയ, അതായത് ഈ ഒരു ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും ഡൗൺ ആവുന്നത്? ഏകദേശം 127ലേക്ക് മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എപ്പോഴാണ് പിയിലേക്കൊരു മൂവ്മെൻറ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 268 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇതവിടെ നിൽക്കട്ടെ. തൽക്കാലം മാർക്കറ്റ് സിയിലല്ലേ നിൽക്കുന്നത്. നമുക്ക് മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ച് കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ അതേപോലെ സിയിലാണെങ്കിൽ 240 നിലവിലെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ സപ്പോർട്ട്, മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 240. അപ്പോൾ ഈ ബോക്സിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിലും മാക്സിമം ഏത് എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റണം. മാർക്കറ്റ് അവിടെ നിന്നൊരു മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്, അതായത് സിയുടെ കണ്ടിന്യൂവേഷൻ ടാർഗറ്റ് എന്ന് പറയണത് 322. ഈ ബോക്സിന് ഇപ്പോൾ അകത്ത് സ്കാൽപ്പിംഗ് ആണ്. ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 322. പിന്നത്തെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ച് 2 ലെവലുണ്ട്. 340 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 382ലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. 240 താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഡൗൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു മെൽറ്റിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് 191 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോഴാണ്. അപ്പോൾ നിലവിൽ RSI സി സൈഡിലേക്കാണ് 5 മിനിറ്റിൻ്റെ RSI നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ RSI ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ RSI ഇവിടെ എവിടെ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടേ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഇവിടെ പിയിൽ RSI ക്രോസ് ഓവർ ആയി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു പ്ലാനെ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്ക് ഒരു കണ്ടിന്യൂഷൻ മൂവ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഈ ലൈൻസൊക്കെ നമുക്ക് തുടക്കത്തിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാനിങ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 270 ഒരു ടച്ചിങ് പോയിൻ്റാണ്. നിൽക്കുന്ന ക്യാൻഡിൽ 240 താഴത്തോട്ട് വരാൻ പാടില്ല. 270 ബ്രേക്ക് ചെയ്താൽ 279 ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ബോക്സിൻ്റെ ടോപ്പ് എഡ്ജ് അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുമ്പോൾ ഒരു 269 പോയി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പോസിബിലിറ്റി 270 ഉണ്ടാവും. 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഡൗൺ, അതായത് പിയിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ പിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഒരു 210 ബ്രേക്ക് ചെയ്താൽ ഒരു 220 240 നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ 15 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ 25,163 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് സിയിലാണ് RSI അനുകൂലമായിട്ട് നിൽക്കുന്നത്. നമുക്ക് പിയിലേക്ക് ക്രോസ് ഓവർ വരാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, ഈ ഒരു 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം വലിയ മൂവ്മെൻറ്റുകൾ സെല്ലേഴ്സൊക്കെ മാക്സിമം ഒഴിവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വോൾട്ടാലിറ്റി ഇത്തിരി കുറയാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നല്ലൊരു യഥാർത്ഥമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഒരു ജനുവരി ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് മാർക്കറ്റ് സ്റ്റേബിളാകും. അതുവരെ വലിയ കളികളൊന്നും കളിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സിയിൽ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് 382 വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ തന്നെ 217 ഭാഗത്തേക്കായിരിക്കും
സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത്. ആദ്യത്തെ 3 ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നമ്മളെ ഒന്ന് കുഴപ്പിക്കും. അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. പിന്നെ കൺസോൾട്ടേഷൻ ആണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ നേരം കൺസോൾട്ടേഷൻ ആയിരിക്കും. ആദ്യത്തെ 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. RSI നിലവിൽ നമുക്ക് നിൽക്കുന്നത് സിയിലേക്ക് തന്നെയാണ് RSI നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തു. 240 താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻഡിൽ ഇപ്പോഴും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പിയിലെ ഓപ്പർച്യൂണിറ്റിയും കൂടെ നോക്കിയായിരുന്നു. ആ മാർക്കറ്റ് സി സൈഡാണ് RSI നിൽക്കുന്നത്. RSI ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഒരിക്കലും പിയിലേക്ക് കൂടുതൽ നമുക്ക് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനിടയ്ക്ക് നമ്മൾ സ്കാൽപ്പിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 210 ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ടാ 220 റേഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് 225 വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സിയിലെടുത്തിട്ട് ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ടാലും പിയിൽ നമുക്ക് എടുത്തുകൂടായികയില്ല. അവിടെയും 10-15 പോയിന്റ് പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി പിയിലൊരു മൂവ്മെൻറ്റ് 225 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും 240 249 കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പോഴും 5 മിനിറ്റിൻ്റെ ക്യാൻഡിലെ ക്ലോസിങ് 240 താഴെ വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പാനിക് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. RSI സ്റ്റിൽ സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കാണിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ക്യാൻഡിൽ 240 താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം സ്കാൽപ്പിംഗ് ആണ് നമ്മൾ രാവിലെ നോക്കേണ്ടതുള്ളൂ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ അത് കോൺസെൻട്രേഷൻ ചെയ്ത് ആ മൈൻഡോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സിയിലെടുക്കണത് അവിടെ നിൽപ്പുണ്ട് താനും പിയിൽ 10-15 പോയിന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് 217 ക്യാൻഡിൽ ഇതുവരെ സിയുടെ 240 താഴെ വന്നിട്ടില്ല. ഒരു ക്യാൻഡിൽ അങ്ങോട്ടോ ഒരു ക്യാൻഡിൽ ഇങ്ങോട്ടോ ഒരു ക്യാൻഡിൽ അങ്ങോട്ടോ ഒരു ക്യാൻഡിൽ ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. എന്നാലും പിയിലൊരു 10 പോയിന്റ് ഈസി ആയിട്ട് കിട്ടും. 9:15 കഴിഞ്ഞ് ഒരു 9:45 വരെ നമ്മൾ സ്കാൽപ്പ് ചെയ്താൽ മതി. കൺസോൾട്ടേഷൻ ആയിരിക്കും, വലിയ ഹോൾഡിങ്ങിനൊന്നും പോകണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിയിൽ നമ്മൾ ഒഴുക്കിനെതിരെയാണ് നീന്തണത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. പിയിൽ എന്തായാലും മൂവ്മെൻറ്റ് കുറച്ച് വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ RSI ഇവിടെ മേളിൽ നിൽക്കുകയാണ്. 5 മിനിറ്റിൽ പിയുടെ RSI മേളിൽ നിൽക്കുകയാണ്. സിയുടെ RSI താഴെ വലിയ ദൂരമല്ലാതെ നിൽക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ടാലി ആക്കണം. ടാലി ആക്കാനായിട്ടാണ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ലോങ് ഹോൾഡിങ് വേണമെന്നുണ്ടെങ്കിൽ RSI ഒരു ക്രോസ് ഓവർ സൂചനയെങ്കിലും തരണം. അല്ലാതെ നമുക്ക് പിയിലേക്ക് വലുതായിട്ട് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ കുറച്ച് നേരം സ്കാൽപ്പ് ചെയ്താൽ മതി. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിയിലാണെങ്കിൽ തന്നെ 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ സിയിലുള്ളത് അവിടെ നടക്കും, പിയിലുള്ളത് ഇപ്പുറത്ത് നടക്കും. രണ്ടും രണ്ട് വഴിക്കങ്ങ് വിട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഓൾറെഡി കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ വരികയാണെങ്കിൽ 217.89 ഒരു വലിയ സ്റ്റോപ്പ് ലോസ് സിയിൽ വരും. ആ സമയത്ത് പി 220 222 ബ്രേക്ക് ചെയ്താൽ മേ ബി 239 ആദ്യത്തെ മൂവ്മെൻറ്റ്. 240 ഞാൻ പറയുന്നില്ല, 2 പോയിന്റ് 3 പോയിന്റ് ബഫർ ചെയ്തിട്ടേ ഞാൻ പറയുന്നുള്ളൂ. 239 ആ ഭാഗത്തേക്കായിരിക്കും ആദ്യത്തെ മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ SMA നോക്കിയിട്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്.
മൂന്നാമത്തെ ക്യാൻഡിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 240 എന്നുള്ള ലെവല് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അത് രണ്ടും തമ്മിൽ ടാലി ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും അത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നല്ലത് 217 എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 220 ബ്രേക്ക് ചെയ്തിട്ട് 226 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അതതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാം. ആദ്യത്തെ 3 ക്യാൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവുന്നില്ല. ആ ക്ലോസ് ആവാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് പിയിൽ ആ മൂവ്മെൻറ്റ് സ്റ്റേബിളായിട്ട് കിട്ടാത്തത്. അടുത്ത ക്യാൻഡിലിൽ നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് മൂവ്മെൻറ്റ് പോകണമെന്ന് നമുക്കറിയാൻ പറ്റും. 3 ക്യാൻഡിലാണ് നമ്മൾ 5 മിനിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 2 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്കൊരു മടക്ക് വന്നിട്ടുണ്ട്, സിയിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക. ആ അലർട്ട് ചീറ്റിംഗ് ആണോ ജെനുവിൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മളതാണ് 3 ക്യാൻഡിൽ കഴിഞ്ഞപ്പോഴാണ് മടക്ക് വന്നേക്കണേ. അടുത്ത 2 ക്യാൻഡിനുള്ളിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് അറിയാൻ പറ്റും. 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ആരെ ട്രാപ്പിലാക്കണമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. ഞാൻ സിയിലാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 217 പ്രതീക്ഷിക്കുന്നത്. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് താഴത്തേക്ക് വരുമ്പോൾ പി ഒരു 240 260 വരെയൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം. കാരണം നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഏത് ഭാഗത്തേക്കാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. അതാണ് നമ്മളിങ്ങനെ ആകെ നിൽക്കുന്നത്. ആകെ ഒരു പ്രതീക്ഷയുള്ളത് പിയിലേക്ക് മാത്രമാണ് താൽക്കാലികമായിട്ട്. സിയിലൊരു അലർട്ട് വന്നിട്ടുണ്ട്. അതാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 217 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ 217 ബ്രേക്ക് ചെയ്താൽ മാക്സിമം 191 പിന്നെയും പോരും. അപ്പോൾ അങ്ങോട്ട് പോന്നാലും ആ ലോസ് നമുക്ക് പിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഡയറക്ഷൻ വരുമ്പോഴത്തേക്കും ആണെങ്കിലും നമുക്കതിൽ കയറി പറ്റാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമ്മൾ 217 പ്രതീക്ഷിച്ചെങ്കിലും അതിന് മുകളിൽ 225 എന്നുള്ള ലെവലിൽ ഒരു ചെറിയൊരു സപ്പോർട്ട് ചെറുതായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ വന്ന് സി ആദ്യത്തെ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ RSIയുടെ ക്രോസ് ഓവർ ഒരു അലർട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇനി ഒരു ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. ഈ SMA ഇവിടെ പിയിലെ കൂടെ മുട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്കൊരു കൺഫർമേഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം സിയിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്കൊരു പരിപാടിയും നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പിയിൽ ചെറിയ ചെറിയ പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്ത് സി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാം. 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമുക്ക് വിട്ടാൽ മതി. അല്ലാത്ത പക്ഷം പിയിൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പോയിൻ്റ് 3 പോയിൻ്റൊക്കെ നമുക്ക് സ്കാൽപ്പ് ചെയ്തെടുക്കാം, പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും നല്ല രീതിയിൽ താഴത്തോട്ട്. നമ്മൾ 217 പ്രതീക്ഷിച്ചത്, പക്ഷേ 225 അത് ട്രിഗർ ചെയ്ത് നിൽക്കുന്നത്. 4ാമത്തെ ക്യാൻഡിലായിട്ട് ഇപ്പോഴും മാർക്കറ്റ്
എവിടെയാണ് നിൽക്കുന്നത്? 244 റേഞ്ചിലാണ് നിൽക്കുന്നത്. കാരണം ഒരു മടക്ക് വന്നു, അത് നമുക്കൊരു സൂചനയാണ്. ഇപ്പോഴും നമ്മുടെ 240 മുകളിൽ തന്നെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പിയിൽ നമുക്ക് 2 പോയിന്റ് 3 പോയിന്റ് ഓരോ ക്യാൻഡിലും 2 പോയിന്റോ 3 പോയിന്റോ ഒക്കെ നമുക്ക് സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ കിട്ടുന്ന പോയിന്റ് നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും. സി അവിടെ അതിൻ്റെ പരിപാടിക്ക് അതിൻ്റെ റൂട്ട് അനുസരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്യുന്ന മെത്തേഡല്ല ഇന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു സ്ട്രാറ്റജി പഠിക്കുക എന്നുള്ളതല്ല, അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളൊരു ട്രേഡർ ആവുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ രീതികൾ ഇതിനു മുമ്പ് പറയാത്ത രീതിയാണ്, ഇന്നലെ പറഞ്ഞ രീതി അതിനു മുമ്പ് പറയാത്ത രീതികളാണ്. നമ്മൾ സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് ഒന്നാണെങ്കിലും നമ്മൾ ഓരോ സമയം പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇനി സിക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 218 ഡംപ് കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ സി നമ്മൾ ഹോൾഡ് ചെയ്താലും 218 191 എപ്പോൾ വേണമെങ്കിലും ഒരു ഫാള് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാവാം, കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ഉണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാനിക് ആവരുത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും ഒരു ട്രേഡ് എടുക്കാനും. കാരണം 1 2 3 4 ക്യാൻഡിലാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ സി ഇപ്പോൾ ഒരു റിജക്ഷൻ വരാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 258 ആണ്. 258 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഒരു 279. അത് ഈ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം 15 മിനിറ്റ്സിൽ RSI സിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. 30 മിനിറ്റിൽ മൈനസാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 1 അവറിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പം മെജോറിറ്റി 3-ൽ 2 ഭാഗവും സിക്ക് അനുകൂലമായിട്ടും വിത്ത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഏകദേശം അടുത്തൊരു ഡൗണിലേക്കുള്ള സമയമായിട്ടുണ്ട്. മതി. അപ്പോൾ അത് നമ്മൾ ഈ യെല്ലോ ലൈൻ ഇവിടെ നിൽക്കുന്ന കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത്. ഇനി കൺഫേം ആയിട്ട് നമുക്ക് പിയിലൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 223 വേണം നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് ഇന്ന് മാക്സിമം ആൾക്കാരുടെ ലോസ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇത്ര ക്രിട്ടിക്കലായിട്ട് ഈ അടുത്ത് മോർണിംഗ് സെക്ഷനിൽ ഇങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അതിനിടക്ക് മാർക്കറ്റ് ആകെ പോയേക്കണേ 254 വരെയാണ് മാർക്കറ്റ് പോയേക്കണേ. ഒരു 10-15 പോയിന്റിൻ്റെ അടുത്ത് മൂവ്മെൻറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ പിയിലും സിയിലും വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ഒരു 10-15 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം ഇവിടെ SMA വളരെ അടുത്താണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതായത് 220 12 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ സിയിൽ SMA തമ്മിലുള്ള ഗ്യാപ്പ്. പിയിൽ 210 മുതൽ 253 വരെ 43 പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഏകദേശം SMA രണ്ടും ടാലി ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റേബിളായിട്ട് പോകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും ഗ്രീനും മാറി വരുമ്പോൾ ഇവിടെ SMAയും ടാലിയാവും. ഇവിടുത്തെ SMA മാക്സിമം ലോവിലേക്ക് വരും. അതാണ് സി എടുത്തിട്ടുണ്ടെങ്കിലും 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അതിനിടക്ക് പിയിൽ കിട്ടുവാണെങ്കിൽ അതവിടെ ഇട്ടുകൊണ്ട് പിയിൽ നമുക്ക് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി നോക്കാമെന്ന് പറഞ്ഞത്.
അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ വൺ ഡയറക്ഷൻ പറയാൻ പറ്റുന്ന കാര്യമില്ല. പിയിലേക്ക് RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. പിയിലേക്ക് RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. വോളിയം കയറുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. പിയിലൊന്ന് കരുതിയിരുന്ന വളരെ നല്ല. വോളിയം കയറുന്നുണ്ട് പിയിൽ എന്ന് വെച്ചാൽ ഫ്ലക്ച്വേഷൻ കൂടുന്നുണ്ട്. ആ ഒരു എന്താ പറയണ്ട, ഒരു സ്ലോ മൂവ്മെൻറ്റ് മാറിയിട്ട് ഒരു ഹൈ മൂവ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ കൺഫേം ആയിട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് പറയാൻ പറ്റുന്ന ഒരു ഏരിയ 230 ബ്രേക്ക് ചെയ്താൽ 240ലേക്കോ 53ലേക്കോ ഒരു 10-15 പോയിന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏകദേശം ഒരു 226 ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ടായിരിക്കും 239 ഗ്യാപ്പ് ഫില്ലിങ്ങിനോ വേണ്ടി മാർക്കറ്റ് പോകുന്നത്. അല്ലാതെ പിയിലേക്ക് ഇപ്പോൾ സ്റ്റിൽ ആരും നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പി ഈ കണ്ട ലെവൽസൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് 21 പോയിന്റ് മതി. നമുക്ക് മാർക്കറ്റിൽ മുഴുവൻ പോയിന്റ് എടുക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഡൈവർജൻസ് ആവുന്നുണ്ട് പിയിലേക്ക്, പക്ഷെ അതൊരു ക്രോസ് ഓവർ കിട്ടാത്ത കാരണമാണ് ഒരു ലോങ് ഹോൾഡിംഗ് ഇപ്പോഴും നമുക്ക് പിയിലേക്ക് പറയാൻ പറ്റാത്തത്. RSI പതുക്കെ ചരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. 240 താഴെയാണെങ്കിൽ സി ക്ലോസ് ആവണമില്ല. ഒരു ക്രോസ് ഓവർ പിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ സിയിൽ ക്രോസ് ഓവർ മുട്ടിയിട്ടുമുണ്ട്. ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. സി വേണമെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഇരുന്നൂറ്റി 60 അപ്പായാൽ മാത്രം നമുക്ക് ഇനിയിപ്പോൾ അഥവാ നമുക്കൊരു ഹോൾഡിംഗ് ഉണ്ടെങ്കിലും ഒരു 228 വേണമെങ്കിൽ നമുക്ക് 228 നമുക്ക് വേണമെങ്കിൽ ഒന്ന് 28 30 40 12 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. കാരണം 220 നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഇതിന് ഡൗട്ടുള്ളൂ. അത് നമുക്ക് റെസ്റ്റ് ചെയ്യാം. RSI ക്രോസ് ഓവർ ആവുന്നുണ്ട്. 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്ക് പിയിലേക്ക് വേണമെങ്കിൽ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അതാണെങ്കിലും ഈ 230 ഇപ്പോൾ എവിടെ നിന്നാണ് സിയിൽ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവല് ആകെ സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുക. വളരെ സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി 260 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. RSI പിയിലേക്ക് ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട്. ആ ഡൈവർജൻസ് വരുമ്പോൾ അത് റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രം നമുക്കൊരു കൺഫേം മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഗ്യാപ്പ് ഫില്ലിങ്ങോ 240 251 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അത് ഡിപ്പെൻസ് അപ്പോൺ സിയുടെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതായത് സിയുടെ സപ്പോർട്ട് 220 എടുക്കുന്നത്, അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. 220 191 സി ഇനി സപ്പോർട്ട് എടുക്കണമെന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഓൾറെഡി നമുക്ക് അലർട്ട് കിട്ടി. 240 താഴെ ക്യാൻഡിൽ, പ്രീവിയസ് ക്യാൻഡിൽ 240 താഴെ ക്ലോസ് ചെയ്തു. അതിന് ശേഷമായിരിക്കും പിയുടെ മൂവ്മെൻറ്റ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. SMA മുകളിലുണ്ട്. വോളിയം കയറുന്നുണ്ട്. RSI അനുകൂലമായിട്ട് പിയിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് വിടാം. അത് പ്രീവിയസ് ക്യാൻഡിൽ തന്നെ 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അതിനുശേഷം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ വരും. പിയിലേക്ക് മാർക്കറ്റ് അനുകൂലമായിട്ട് വരുന്നുണ്ട്. SMA ഇവിടെ മുകളിൽ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി സിയിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതേ 219 നിന്ന് സപ്പോർട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് അത് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞത്. 206 താഴെ പി ഇപ്പോൾ നേരത്തെ എടുത്തിട്ട് ഹോൾഡ് ചെയ്താലും 206 താഴെയൊക്കെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ
അത് വിടുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. 140 താഴെ ക്യാൻഡിൽ 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, സി വിടാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു 10 പോയിന്റിൻ്റെ അടുത്ത് വ്യത്യാസമുണ്ട്. ആ 10 പോയിന്റ് നമുക്ക് ഇപ്പുറത്ത് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. വോളിയം കയറുന്നുണ്ട്, പിയിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ക്യാൻഡിൽ 219 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ PE 239 വരെയൊക്കെ പോകും. 239 ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ് വിത്ത് 251 പിയുടെ മൂവ്മെൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ. ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് നമ്മൾ പറഞ്ഞത് 240 താഴെ സി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിടാം. നമുക്ക് എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം, പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് ഏത് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കണേ? 9:40 ക്യാൻഡിൽ താഴത്ത് ക്ലോസ് ചെയ്തു. അത് താഴത്ത് ക്ലോസ് ചെയ്തപ്പോൾ ഇവിടുത്തെ മൂവ്മെൻറ്റ് വോളിയം നന്നായിട്ട് കയറുന്നുണ്ട്, RSI ക്രോസ് ഓവറായി. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച ഒരു ഏരിയ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. ഗ്യാപ്പ് ഫില്ലിംഗ് വിത്ത് 250. എന്നാലും 2-3 പോയിന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ. ഇന്ന് ട്രിഗർ പ്രൈസ് അല്ല, ഒരു 3 പോയിന്റ് ബഫർ ഇട്ട് വേണം നോക്കാൻ. അപ്പോൾ 240 എത്തി. ഇവിടെ ക്ലോസ് ചെയ്തു. അടുത്ത 2 ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് താഴത്തോട്ട്. നമ്മൾ 219 ഭാഗത്തേക്ക് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ആ പ്രതീക്ഷയാണ് നമ്മൾ 240 താഴെ എത്ര പോയിൻ്റാണ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും. ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എത്രയിലാണ്? 237 ക്ലോസ് ചെയ്തത്. ആ 237 ക്ലോസ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും 240 ഉള്ള മാർക്കറ്റിന് മൂവ്മെൻ്റ് ആണെങ്കിലും 5 പോയിൻ്റ് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. ഇവിടെ എത്ര പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? ഈവൻ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നാണെങ്കിലും 30 നിന്നാണെങ്കിലും 44 പോയിൻ്റ് അടുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 40 ഗ്യാപ്പ് ഫില്ലിങ് ആ ഏരിയയാണ് നമ്മൾ പറഞ്ഞത്. ഇനി സിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 255 ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റ് ഇപ്പോഴും സി സൈഡ് തന്നെയാണ്. ഈ RSIയുടെ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറി അകത്തേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് സിയിലൊരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞത് ഇന്ന് രാവിലെ കൺസോൾട്ടേഷനാണ്, വലിയ വലിയ ലോങ് ഹോൾഡൊന്നും പ്രതീക്ഷിക്കേണ്ട, നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ എടുത്ത് മാറ്റാം. ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 230 ഗ്യാപ്പ് ഫില്ലിങ്. ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ലൈൻ ഞാൻ ഓൾറെഡി ഇതേ കാണിച്ചു തരാം, നോക്കിയോ. ഈ ചെറിയ ഗ്രീൻ അല്ല കേട്ടോ, അതിനിപ്പുറത്താണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കണം. നോക്കിയേ, കറക്റ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് അവിടെ നടത്തിയിരിക്കണേ. ആ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നമ്മൾ ഒരു ഡൗൺ ആയിട്ട് നമ്മൾ സിയിലൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ മാക്സിമം വരും. അത് വന്നോട്ടെ, നമുക്ക് വേണമെങ്കിൽ താഴത്തുനിന്ന് എടുക്കാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം. ഡിപ്പെൻസ് അപ്പോൺ ഓരോ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സിയിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോണേ. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമുക്ക് പിയിൽ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞത്. പക്ഷെ SMA മുട്ടിയില്ല, ഗ്യാപ്പ് ഫില്ലിങ് മാത്രം നടന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളില്ല. ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് സിയിലാണ്. സിയിൽ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ട് താഴത്തുനിന്ന് എടുക്കാം, അല്ലെങ്കിൽ സി ഹോൾഡ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പിയിൽ ഉള്ള മൂവ്മെൻറ്റ് മാക്സിമം എടുത്തിട്ട് ആ പോയിന്റ് സിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് വെക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണെന്ന് 240 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 221 അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഒരു സപ്പോർട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ എക്സാക്റ്റ് ആ ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പോൾ സപ്പോർട്ട് എടുക്കാൻ പറ്റണമെന്നില്ല. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൾ ആ മാർക്കറ്റിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്താൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 221 സപ്പോർട്ട് എടുക്കാഞ്ഞേ ഇത്രയും കൂടെ താഴത്തേക്ക് വന്നത്? അതെന്തുകൊണ്ടാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ചാർട്ട് നോക്കണം. ഇപ്പുറത്തെ ചാർട്ടിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായിരിക്കുന്നത് കറക്റ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങാണ്. നമ്മൾ 3 സ്ഥലങ്ങളാണ് ട്രിഗർ പറഞ്ഞത്. ഒന്ന് 239, സെക്കൻഡ് ഗ്യാപ്പ് ഫില്ലിങ്, മൂന്നാമത് SMA. അപ്പോൾ അതിൽ സെക്കൻഡ് ആയിട്ടുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നടന്നിട്ട്
മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇനി നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 225, ഒരു 230 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പി വീണ്ടും SMA പോകും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഇനിയൊന്നും സംഭവിക്കാനായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഓൾറെഡി ആ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ ഓൾറെഡി കഴിഞ്ഞു. ഇനി 225 മേലെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അത് 229 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ SMA മൂവ്മെൻറ്റ് കിട്ടും. അത്രേ ഉള്ളൂ. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് വന്നുകൊണ്ടിരിക്കണേ. ഈ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ 252 കഴിഞ്ഞത് ഇപ്പോൾ 260 എത്തും മിക്കവാറും. മെജോറിറ്റി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയാണ് കാണാറ്. CE 252 ബ്രേക്ക് ചെയ്ത് 259 260 വരെയൊക്കെ പോയാൽ പോയി എന്ന് പറയാം. ആ 252 ഒരു ചെറിയ റിജക്ഷനും കൂടെ ഉണ്ട്. ആ 252 എന്നുള്ള റിജക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ? ഇനി 260 പോകത്തുള്ളൂ. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 252 കൂടെ ബ്രേക്ക് ചെയ്യണം. ഇനി ബോക്സൊക്കെ എടുത്ത് മാറ്റാം. ഞാൻ ബോക്സോ ലൈനോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല. അതെൻ്റെ ഒരു ശാപമാണ്. 252 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പോകുള്ളൂ. ഡൗൺ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റോ KT വെച്ചേക്കുക. കാരണം SMA പിയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. RSI റെഡിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. 229 ബ്രേക്ക് ചെയ്താൽ 241 പി പോകണം. അല്ലാതെ പോകത്തില്ല. മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ 225 29 ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ 241 പോകുന്നത്. കാരണം പിയിലേക്ക് RSI ഡൈവർജൻസ് ആയി വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ പാനിക് ആവണ്ട. ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളല്ല. വെരി നെക്സ്റ്റ് ക്യാനിൽ ചിലപ്പോൾ ഡൗണിലേക്ക് പോവാം, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ക്യാനിൽ അപ്പിലേക്ക് പോവാം. നമുക്കൊരു കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 225 29 അതാണ് നമ്മൾ പറഞ്ഞ സിയിൽ മാക്സിമം സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചോ. ഒരു ഡംപിനുള്ള ചാൻസ് വീണ്ടും കാണുന്നുണ്ട്. മാക്സിമം സ്റ്റോപ്പ് ലോസ് കാരണം ഈ SMA ഇവിടെ നിൽക്കുന്ന കാരണം ഇവർ രണ്ടുപേരും ടാലി ആവാതെ ഒന്നൊരു പരിപാടി നടക്കുകയില്ല. ഫൈവ് മിനിറ്റിൻ്റെ അടുത്ത ക്യാൻഡിൽ പീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് കേട്ടോ. 5 മിനിറ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. 241 എന്നുള്ളത് ഇപ്പോൾ 225 സപ്പോർട്ട് എടുത്തിരിക്കണേ. ഹയർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ 5 മിനിറ്റിൻ്റെ ഈ ക്യാൻഡിൽ മേ ബി 239 മുട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ നോക്കിയേ, നമ്മൾ രാവിലെ തൊട്ട് പറയുന്ന രീതിയിലുള്ള SMA ഇപ്പോഴും സിയിൽ ടാലിയായിട്ട് നിൽക്കുകയാണ്. പിയിൽ ഇത് മുട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ ക്യാൻഡിലിൽ മുട്ടണം, അതിനുശേഷമായിരിക്കും മാർക്കറ്റിൽ അടുത്ത ഡയറക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഈ ക്യാൻഡിലിൽ മുട്ടി 239 246 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 268 പോകുന്നത്. കാരണം ഇപ്പോൾ റെഡിലേക്ക് RSI കയറിയിട്ടുണ്ട്. പിയുടെ RSI റെഡിലേക്ക് കയറി. ഈ റെഡിലേക്ക് കയറുന്ന സമയത്ത് 239 ഒന്നെങ്കിൽ ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ 239 മാർക്കറ്റ് മുട്ടണം. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ ഒരു ഡംപ് ഉണ്ടായിക്കഴിഞ്ഞാൽ 195 സപ്പോർട്ട് എടുക്കാനായിട്ട് പി വരും. ഈ ക്യാൻഡിലല്ല, അടുത്ത ക്യാൻഡിൽ. നമുക്ക് ഈ SMA മുട്ടിയാൽ മാത്രമാണ് നമുക്കിനി അടുത്തൊരു ലോങ് ഡ്രൈവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആൾക്കാരുടെ മുഴുവൻ സ്റ്റോപ്പ് ലോസ് പിടിച്ചതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യണേ. രാവിലെ പക്ക കൺസോൾട്ടേഷനാണ്. ഈ SMA കൂടെ മുട്ടാതെ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോകില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്തിട്ട് പ്രോഫിറ്റ്
എടുത്ത് മാറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോങ് ഡ്രൈവ് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചത്. അതാണ് എപ്പോൾ എൻട്രി എടുത്താലും മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയാലും കോസ്റ്റ് ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ കയറ്റിയിടുക, 3 പോയിൻ്റ് 5 പോയിൻ്റൊക്കെ എടുത്തിട്ട് ടാലി ആക്കുക എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. 237 239 മുട്ടാൻ പോകുന്നു. ആ 239 ബ്രേക്ക് ചെയ്താൽ 246 ഭാഗത്തേക്ക് ഒരു തവണ കൂടെ വരും. ആ 246 ബ്രേക്ക് ചെയ്താൽ 268 പി പോകും. RSI റെഡിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും ഒരു 19 പോയിന്റ് നോൺ സ്റ്റോപ്പ് റൈഡ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 238 238.90. നമ്മൾ 239 പ്രതീക്ഷിച്ചത്. 238.90 വരെ പോയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഒരു പണി ചെയ്യാനുള്ളത് സിയിലേക്ക് നമുക്ക് ഇപ്പം കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 227 12 10 22 10-15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരും. പക്ഷേ ആ സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് തിരിച്ച് പിടിക്കണം. ഇപ്പോൾ റിസ്ക് എൻട്രി എടുത്താലും ഒരു 38 മുതൽ 46 വരെ അത് തിരിച്ച് പിടിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു റിസ്കി എൻട്രി ഇവിടെ പോസിബിൾ ആണ്. സിയിൽ റിസ്കി എൻട്രി ഉണ്ട്. അത് താഴത്തോട്ട് വന്നാൽ 191 ഫാളാവും. അതർവൈസ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയത് 250. ഒരു സേഫ് എൻട്രി എന്നൊക്കെ പറയണത് എപ്പോഴും 250 മേളിലോട്ടാണ് ഒരു സേഫ് എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഒരു റിസ്കി എൻട്രി ആണ്. 214 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ആ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയാലും ഈ ഡൗൺ ഇനി വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ളത് 208 അല്ലാന്നുണ്ടെങ്കിൽ 10 പോയിന്റ് നമുക്കിവിടെ റിസ്ക് എടുക്കാം. ആ റിസ്ക് എവിടെ തിരിച്ചു പിടിക്കണം? 237 ബ്രേക്ക് ചെയ്താൽ ഒരു 46 തിരിച്ചു പിടിച്ചാൽ 5-8 പോയിന്റേ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞത് റിസ്കി എൻട്രി ആണ്. 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആണ്. ബോക്സ് ഞാൻ മായ്ക്കട്ടെ, അല്ലെങ്കിൽ കയറി പോകത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് നമ്മൾ 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിച്ചത്. ഈ ഒരു മൂവ്മെൻറ്റ് അതാണ് റിസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ 200 നമ്മളെവിടെ എൻട്രി എടുത്തേ? 222 10-17 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് 250 അടുത്ത ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. ആ 250 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു 282 മുകളിലോട്ടൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 282 വേണ്ട, ഒരു 270 മേളിലോട്ടൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 21 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് നമുക്ക് 369 വരെ വൈകിട്ട് എത്തുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്നുള്ള മാത്രമല്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കംപ്ലീറ്റ് ലൈൻസും ഓൾറെഡി മാറ്റി വെക്കാം. വീണ്ടും കൺസോൾട്ടേഷൻ ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റോ ഒക്കെ കയറ്റി വെച്ചാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. ഒന്നാം തരം എൻട്രി ആയിരുന്നു 224 മുതൽ 241 വരെ 10-15 പോയിന്റ്. ബാക്കി നമുക്ക് വഴിയെ നമുക്ക് നോക്കാം. ശരിക്കും 10-10:30 ഒരു മൂവ്മെൻറ്റ് സാമാന്യം നല്ലത് കിട്ടാറുള്ളത്. ഒരു സേഫ് എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ 250 മേളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ആവണം. ഇപ്പോഴും മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 മിനിറ്റിൻ്റെ RSI നേരെ താഴത്തോട്ട് വരും. നേരെ താഴത്തോട്ട് വരുമ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ സ്ട്രൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ചിലപ്പോൾ ഒരു 190 191 ഭാഗത്തേക്ക് വരാം. അതിനുശേഷം ഈ RSI മാഴത്തോട്ട് വന്നിട്ട് എപ്പോൾ തിരിയുന്നോ ആ കൂട്ടത്തിൽ സാധനം 250 കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 365 നോക്കിയാൽ മതി. കാരണം ഇപ്പോഴും റെഡിഷ് വരുന്നതിൻ്റെ റീസൺ ഇവിടെ RSI ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലാണ്. പ്രൈസിന് ഇഷ്ടം 365 പോകാനായിട്ടാണ്, RSI ഓപ്പോസിറ്റ് പോകാനായിട്ടാണ്. ഇപ്പോൾ രണ്ടുപേരും പിണങ്ങി നിൽക്കുകയാണ്. ഇനി രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ വന്നു കഴിയുമ്പോഴാണ്
നമുക്ക് ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് സിയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ സിയിലൊരു മൂവ്മെൻറ്റ് പറഞ്ഞു, സി ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം നമ്മൾ ഇൻ കേസ് അത് താഴത്തോട്ട് പോവുകയാണെങ്കിൽ RSI ഡൗൺ സൈഡിലേക്കാണ്. ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ലെവൽ 207, രണ്ടാമത്തെ ലെവൽ ഇവിടെ. അതനുസരിച്ചിട്ട് ഇൻ കേസ് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ളൊരു സ്കോപ്പ് ഉള്ളത് ഈ ഗ്യാപ്പായിരുന്നു. ആ ഗ്യാപ്പ് 238 നിന്ന് 246 വരെ 18 ഒരു 5-8 പോയിൻ്റ് അവിടെ. ഇപ്പം അവിടെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ 8 പോയിൻ്റ് അവിടെയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇന്ന് രാവിലെ പറഞ്ഞതാണ്, പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്. RSI പിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിസ്ക് എൻട്രി ആണ്. റിസ്ക് എൻട്രി ആണെങ്കിലും നമുക്കൊരു 5-10 പോയിൻ്റ് അടുത്ത് അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ RSI ആ സമയത്ത് 50 തിരിയാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞാൽ മാത്രമാണ് അടുത്ത സിയിലേക്കുള്ള മൂവ്മെൻറ്റ് ഇനി മാർക്കറ്റിൽ വരത്തുള്ളൂ. നോക്കിയേ, നമ്മൾ പറഞ്ഞ ആ ഗ്യാപ്പിലാണ് മാർക്കറ്റ് കറക്റ്റായിട്ട്. നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ പറഞ്ഞുള്ളൂ, ഇതിന് മുകളിലോട്ട് ഞാൻ ആരും ഇട്ടിട്ടില്ല. കാരണം 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്ക് നിൽക്കുകയാണ്. 30 മിനിറ്റിൽ RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡ്, 1 അവറിൽ RSI അപ്പർ സൈഡ്, 30 മിനിറ്റിൽ RSI മാത്രമാണ് ഡൗൺ സൈഡ് നിൽക്കുന്നത്. ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് ഈ കൺസോൾട്ടേഷൻ വരുന്നത്. എപ്പോഴാണ് മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ് വരുന്നത്? അത് അതേപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മാത്രമാണ് മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഡൈവർജൻസ് ആവാതെ നമുക്ക് അടുത്ത പരിപാടി നോക്കാനായിട്ട് പറ്റത്തില്ല. ഈ സൈഡ് ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഈ ഗ്യാപ്പ് വരെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഡൗണിലേക്ക് പോയി. അത് നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവിടം വരെ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്ത് നിന്നത്. എന്താണെന്ന് വെച്ചാൽ 191 മാർക്കറ്റ് അടുത്തൊരു സപ്പോർട്ട് സോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സപ്പോർട്ട് സോണിൽ റെസ്പെക്റ്റ് ചെയ്താണ്. എഗെയിൻ അതൊന്നും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് വരും. നമുക്ക് സിയിലൊരു എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ RSI ഡൗൺ ചെയ്ത് തിരിച്ചു വരണം. നമ്മൾ പറഞ്ഞത് ഇവിടെ റെഡിലേക്ക് കയറി കഴിയുമ്പോഴാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് പിയിലേക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ റിസ്ക് എൻട്രി എടുത്തു. കാരണം RSI തിരിയും എന്നുള്ള രീതിയിലാണ് റിസ്ക് എൻട്രി എടുത്തത്. റിസ്ക് എൻട്രി ഓൾറെഡി നമുക്കൊരു 240 വരെ പോയിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ സ്കാൽപ്പിങ്ങിൽ ആ പോയിൻ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടുത്തെ പരിപാടി അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. പക്ഷെ അത് ഫില്ല് ചെയ്തിട്ടില്ല, നമ്മളത് പ്രതീക്ഷിച്ചിട്ടുമില്ല. കാരണം ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നത് ഈ 191 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ അടുത്ത മൂവ്മെൻറ്റ് ആ ഭാഗത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതായിരുന്നു. നമ്മൾ എല്ലാ വരകളും കൃത്യമായിട്ട് വരച്ചു വെച്ചേക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിയാൽ കറക്റ്റ് 191 മാർക്കറ്റ് സിയിൽ വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കാൽപ്പ് ചെയ്തിട്ടാണെങ്കിലും 30 പോയിൻ്റ് അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിവേ ബാക്കി നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ പിയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി സി ഡൈവർജൻസ് ആവാതെ നമ്മൾ നോക്കാൻ പറ്റും. നമ്മൾ ഈ റെഡ് വരെ കയറുന്നത് വരെയുള്ള ടൈമാണ് നമ്മൾ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ നമ്മൾ എടുത്തത്. അത് റെഡിലേക്ക് ഗ്രീനിനകത്തോട്ട് കയറി. അപ്പോൾ എന്താ ഇവിടെ പിയിൽ മൂവ്മെൻറ്റ് ചെറുതായിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. ഇനി 1 അവറും കൂടെ 30 മിനിറ്റും കൂടെ RSI ഒരു ഡൈവർജൻസ് ആയിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് സിയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളിപ്പോഴും സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അടുത്ത മൂവ്മെൻറ്റിനുള്ള നമുക്ക് പരിപാടി നോക്കാം. അടുത്തത് ഇതൊരു മോർണിംഗ് സ്റ്റാർ ഇനി ആവണം. മോർണിംഗ് സ്റ്റാർ നമുക്കിനി സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. ഇവിടെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്താൽ പി ഡൗൺ ഇട്ട് തന്നെ സി ഡൗൺ ഇട്ട് തന്നെ പോകും. ഒരു ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ.
ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ 268 ബ്രേക്ക് ചെയ്ത് എവിടം വരെ പോകാം. ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ, ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ക്രോസ് ഓവർ വന്നതിന് ശേഷം മാത്രം നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 265 ബ്രേക്ക് ചെയ്താൽ 268ലേക്ക്, 65 ബ്രേക്ക് ചെയ്താൽ 268ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. 268 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 265 എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റ് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞ് 299 ഭാഗത്തേക്ക് പോകും. റിസ്ക്, അത് ഒരു ഹൈ മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയാണ്. വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മൂവ് ചെയ്യണത്. 65 ബ്രേക്ക് ചെയ്ത് 68ൻ്റെ മുകളിലോട്ട് പോയി ആർക്കെങ്കിലും ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ട് വെക്കണം. കാരണം ചീറ്റിംഗ് നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം സീനെ സംബന്ധിച്ച് ഡബിൾ ബോട്ടമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡബിൾ ബോട്ടത്തിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ഒരു ക്യാൻഡിൽ താഴത്തോട്ട് വന്നിട്ട് അതേപോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളെ പേടിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് ഫോം ആവട്ടെ. എന്തായാലും സിയിലേക്ക് അടുത്ത മൂവ്മെൻറ്റ് ഇപ്പോൾ ഉടനെ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിയിൽ അടുത്തൊരു ബ്രേക്കൗട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 265 മുതൽ 268 വരെ. അപ്പോൾ 65 മുതൽ 68 വരെ ആർക്കെങ്കിലും ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻറ്റോ കയറ്റിയിടുക. അതൊരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 294 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ കിട്ടിയ 3 പോയിന്റിൽ ലോക്ക് ചെയ്യുക. കാരണം സിയിൽ ഡബിൾ ബോട്ടത്തിൽ ഇതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം, അല്ലെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ കയറി പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അവിടെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഡബിൾ ബോട്ടം, നിങ്ങൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് അറിയാൻ പറ്റും. ഇവിടെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഇവിടെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൾറെഡി ലോവിലേക്ക് മാർക്കറ്റ് വരണം. അത് താഴത്തോട്ട് വന്ന് സ്റ്റേ ചെയ്യുമോ അതോ തിരിച്ച് വലിച്ചു മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനിയൊരു ഡൗട്ടുള്ളൂ. അപ്പോൾ 65 മുതൽ നമ്മൾ പ്രതീക്ഷിച്ച ലെവല് 295, അത്ര ഒന്നും പോയിട്ടില്ല. നമ്മൾ രാവിലെ പറഞ്ഞ സ്കാൽപ്പിംഗ് ആണെങ്കിൽ അവിടെയും കിട്ടും 5 പോയിന്റ്. പിന്നെ ഇവിടെ ഈ RSI തിരിഞ്ഞു വരണം. ഈ സിയുടെ RSI തിരിഞ്ഞു വന്ന് നിലവിലുള്ള ഒരു മൂവ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു റിസ്ക് എൻട്രി, ഇപ്പോൾ സിയിൽ ഒരു റിസ്ക് എൻട്രി ആണെങ്കിൽ 83 10 93 13 പോയിന്റ് SL വരും. ഇത് റീടെസ്റ്റ് അടിക്കാനായിട്ട് പോകുന്നത് 210ലേക്കാണ്. സി ഒരു റീടെസ്റ്റിന് വേണ്ടി പോകുന്നതാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡലിൽ, ഈ ക്യാൻഡലിൽ ഇപ്പോൾ കയറിയാലും 13 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് ഇനി 2 മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. അതർവൈസ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റ് ഏരിയ 205ലേക്ക് കിട്ടും. 205 215ലേക്ക് ഒരു റീടെസ്റ്റ് കിട്ടും. അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ വീണ്ടും മുകളിലോട്ട് പോകും. കാരണം 237 എന്നുള്ളൊരു ലെവല് സീനെ സംബന്ധിച്ച് ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അടുത്ത ക്യാൻഡിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. പിയുടെ നിലവിലുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ളത് 304. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 282ലേക്കായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ആദ്യം നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ലോ വരാനുള്ള ചാൻസ് ഉണ്ട്. പിയിൽ ഒരു ലോ വന്ന എവിടം വരെ വരും? നെക്സ്റ്റ് ക്യാൻഡിലിൽ മാർക്കറ്റ് ഒരു ലോ ഇപ്പോൾ വരും,
ആ ലോ വരുന്നത് മേ ബി 268 അതിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് ലോവിലേക്ക് പോകുള്ളൂ. ഈ ക്യാൻഡലിൻ്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 282 ബ്രേക്ക് ചെയ്താൽ ഏകദേശം നമുക്ക് ഒരു 5 പോയിന്റ് വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കും. 282 ബ്രേക്ക് ചെയ്താൽ 298 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. 268 താഴത്തോട്ട് വന്നാൽ മാത്രമേ പി ഡൗൺ ആവത്തുള്ളൂ. ഒരു അലർട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. 291, 296, 299. അപ്പോൾ അങ്ങനെ ഓരോ ക്യാൻഡിലും നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. അതാണ് നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ചെറിയൊരു ലോ വന്നു, അതിനുശേഷം 282 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. മാർക്കറ്റ് 312 വരെ പോയി. അത് അടുത്ത സ്കാൽപ്പിംഗ് മെത്തേഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടെയും കിട്ടും ഒരു 5-10 പോയിന്റ്. നമ്മൾ പ്രതീക്ഷിച്ചത് 298 വരെയാണ്, പക്ഷേ മാർക്കറ്റ് പോയി നിൽക്കുന്നതേ 306 പോയി നിൽക്കുന്നത്. കാരണം RSI പി സൈഡാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിയിലേക്ക് നമുക്ക് ഡൈവർജൻസ് ആയതിനു ശേഷം മാത്രം കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞത്. എത്ര ട്രേഡ് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടാണെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ പ്രോഫിറ്റാണ്. കാരണം ഇവിടെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ 82, 92, 82, 92, 313, 10-20 പോയിന്റ് ആണെങ്കിലും സിംഗിൾ ക്യാൻഡിലിൽ എടുക്കാനായിട്ട് പറ്റും. $321. നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് വരച്ച് വെച്ചത്. ആ ബോക്സിൻ്റെ താഴത്തോട്ടാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സി കോൺസെൻട്രേഷൻ ചെയ്തതിനെ ആ ബോക്സിന് പുറത്തേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിലിൽ ഒരു ലോ വന്നു, അതിനുശേഷം ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹൈയിലേക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അതും കഴിഞ്ഞ് മാർക്കറ്റ് മേളിലോട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ ക്യാൻഡിൽ തന്നെ എത്ര പോയിൻ്റായി? 277, 282 നിന്നാണെങ്കിലും 321 വരെ. ഈ ഒരു ക്യാൻഡിലോട് കൂടി നമ്മുടെ സകലമാന പ്രശ്നങ്ങളും തീർന്ന് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കാത്തിരുന്നിട്ടാണ് വളരെ ക്യാപിറ്റൽ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ട്രേഡ് ചെയ്തത്. കാരണം ന്യൂസ് നിൽക്കുന്നു, യുദ്ധങ്ങൾ നിൽക്കുന്നു, പുതിയ റൂൾസ് വന്നിരിക്കുന്നു. അപ്പം നമുക്ക് രണ്ടും കൽപ്പിച്ചെടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലത്തും സ്കാൽപ്പ് ചെയ്ത് അവസാനം വലിയൊരു പോയിന്റ് കിട്ടി. ഈ ഒരു ഒറ്റ ഇതിൽ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിയിൽ ഇനി അടുത്തൊരു ക്രോസ് ഓവർ വരാം. നമ്മൾ ഈ ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് പി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ക്രോസ് ഓവർ ആയാൽ മാത്രം നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ റിസ്ക് എൻട്രി എടുത്തു, അത് ചെറിയൊരു 10 പോയിൻ്റ് അതിൽ കിട്ടിയിട്ടുള്ളൂ ദേവൻ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ എടുത്തു. അതിനുശേഷം ആ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ചെറിയൊരു റെഡ് വീണ്ടും വന്നു. അതിനുശേഷമാണ് നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് 282 നിന്ന് 298 പ്ലാൻ ചെയ്തത്. 16 പോയിന്റ്, 16 കഴിഞ്ഞ് നല്ല രീതിയിൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രീഡി ആവാതെ ബുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അതർവൈസ് ഈ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ട്രാപ്പ് ആവാം. ഇത് ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് ഓഫ് ദ പൊസിഷൻ വെച്ചിട്ട് ഒരു 310 വെച്ച് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് ആ റെഡ് ക്യാൻഡിലൊന്നും അല്ല, അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്
കയറ്റി വെച്ചിട്ട് ഹാഫ് ഓഫ് ദ പോർഷനോ ഒക്കെ കയറ്റി വെച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. കാരണം ഇവിടെ ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ കേസ് ഈ ക്യാൻഡിൽ റെഡ് വന്നെങ്കിലും അതിൻ്റെ ഹയർ വെക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് തിരിച്ച് അതേപോലെ തന്നെ കയറി പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റത്തെ എൻട്രി ഒരു 1.5 എൻട്രി ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇത് ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട്, ഹൈ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ കുറച്ചും കൂടെ കയറ്റി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതൊരു 330 കയറ്റി ലോക്ക് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. കാരണം 330 നമ്മൾ സാധാരണ ഇടുന്ന, ഞാൻ പല വീഡിയോയിലും പല ലൈവിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 10 പോയിന്റ് 100 രൂപ നിൽക്കുന്ന സാധനത്ത് എടുത്തിട്ട് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുന്ന പോലെ അല്ല 300 റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാധനത്തിന് സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. അവിടെ 25 പോയിന്റാണ് 100 എടുക്കുന്ന ഒരാൾ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കുമ്പോൾ 200 എടുക്കുന്ന ഒരാൾ 15 പോയിന്റ് കയറ്റി വെക്കണം. അത് 300 മേലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊരു 20-25 പോയിന്റ് ട്രെയിൽ ചെയ്യേണ്ടി വരും. RSI ക്രോസ് ഓവറിൻ്റെ അടുത്തോട്ട് അടുക്കുന്നേ ഉള്ളൂ. ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. എത്ര ട്രേഡാണെന്ന് പിയിലെടുത്തത്, സ്കാൽപ്പ് ചെയ്ത് ഇവിടെ മുഴുവൻ സ്കാൽപ്പ് ചെയ്തിട്ടാണ് 2 എൻട്രി നമുക്ക് ഇവിടെ കിട്ടിയത്. ഈസി ആയിട്ടുള്ള 2 എൻട്രി. 244 കഴിഞ്ഞ് 344, 355 പോയി നിൽക്കുന്നത്. RSI ഒരു ക്രോസ് ഓവർ കിട്ടാതെ ഒരു കാരണവശാലും നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് 373 എത്തി. 380 നമ്മൾ ഏകദേശം പറഞ്ഞൊരു പ്രൈസ്. നമുക്ക് സിയുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റാം. പിയിലെ മൂവ്മെൻറ്റ് അവിടെ നടക്കട്ടെ, നമുക്ക് സിയുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മുന്നൂറ്റി 398. 282 എന്നുള്ള മൂവ്മെൻ്റ് ആണ്. 82-92 100 പോയിന്റിൽ പോയി നിൽക്കുന്ന കേട്ടോ. അപ്പം ഇവിടെ പിയിൽ RSIയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, മുട്ടിയിട്ടില്ല, അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ വരാനായിട്ടുള്ള സമയത്തേക്ക് മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രോസ് ഓവർ വരാതെ ഒരു കാരണവശാലും നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. 415 മാർക്കറ്റ് എത്തി നിൽക്കുന്നത്.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 50 പോയിന്റിന് മേലെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഒരു ബ്രേക്കൗട്ട് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 50 പോയിന്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ആ 50 പോയിന്റ് കഴിഞ്ഞിട്ട് 100 പോയിന്റിന് മേലെ കയറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ എപ്പോഴും മെജോറിറ്റി എൻ്റെ വീഡിയോയിൽ പറയുന്നത്. 21 പോയിന്റ് കയറ്റി ലോക്ക് ചെയ്ത് വെക്കൂ, 21 പോയിന്റ് കയറ്റി ലോക്ക് ചെയ്ത് വെക്കൂ. അതിനുശേഷം നമുക്ക് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് കയറ്റിക്കൊണ്ട് പോകാം. അപ്പോൾ ഒരു സൂചനയൊക്കെ ഓൾമോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് മാക്സിമം ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിലവിലുള്ള 2 ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ RSI ക്രോസ് ഓവർ ആയിട്ടില്ല. എന്നാലും മാക്സിമം കയറ്റി പതുക്കെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. 400 എന്തായാലും ഹിറ്റ് ചെയ്യും. അവിടം വരെയൊക്കെ മതിയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു RSIയുടെ ഒരു കർവൊക്കെ വരുന്നുണ്ട്, RSIയിലൊരു അലർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ 400 ലോക്ക് ചെയ്യാം. 400 ലോക്ക് ചെയ്തിട്ട് ഈ ഹൈ എഗെയിൻ ബ്രേക്ക് ചെയ്താൽ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അടുത്ത ക്രോസ് ഓവർ ലെവലിലേക്ക് വരുന്നുണ്ട്. ഇനി നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ, അതായത് 423 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റിലേക്ക് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം 216 ഇവിടെ നിന്നുള്ള ഈ റിവേഴ്സ് 270 മാർക്കറ്റ് പോവും. നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. ഈ മൂവ്മെൻറ്റ് ആദ്യം ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ തന്നെ 269. അപ്പോൾ ഇതിൻ്റെ താഴെ 15, 215, 25, 35, 45 അത്രയൊക്കെ വരും. 236 അല്ലെങ്കിൽ പിന്നെ ഒരു 230 ഒരു 15 പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് പിടിക്കാം. കാരണം ഇപ്പുറത്ത് നല്ല രീതിയിൽ 400 വരെ ഒരു റൈഡി കിട്ടിയ സ്ഥിതിക്ക് ഒരു 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വിട്ടു കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഈ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 268 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റോ കയറ്റി വെക്കാം. ദെൻ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. അത് 320 ഭാഗത്തേക്ക് റീടെസ്റ്റ് അവിടെ നിന്നും വന്നാൽ 375 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. എനിവേ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു റിസ്ക് എൻട്രി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ പി സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഒരു പിൻബാർ ബേസ് ചെയ്തിട്ട് ഒരു റിസ്കി എൻട്രി 15 പോയിന്റിൽ ഇട്ടെന്നേ ഉള്ളൂ. ആ 15 പോയിന്റ് തിരിച്ചു പിടിക്കൽ വലിയ പാടൊന്നുമല്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹയർ വിക്കിലേക്കാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിച്ചതും. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവർ വിക്കിലേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ 400 ഇറങ്ങി ഒരു 22 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. ആ 22 പോയിന്റ് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 238 വേണ്ട, 240 നിന്ന് കൂട്ടിയാലും 71, 82, 42 പോയിന്റ് ഓൾറെഡി നമുക്ക് വളരെ ഈസി ആയിട്ട് സിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇനി എന്താണ് ഇവിടെ വരാഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കുറച്ച് ബ്ലൂ ലൈൻ ഞാൻ ഓൾറെഡി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മാറ്റാം. ഇനിയിപ്പോൾ സപ്പോർട്ട് എടുക്കാനായിട്ട് SMA വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ 10-45 പോയിന്റ് ഈസി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു വൈറ്റ് ഡോട്ടാണ്, സെക്കൻഡ് വൈറ്റ് ഡോട്ടിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഇവിടെ വൈറ്റ് ഡോട്ടിൽ ഇടിച്ചു, ഡൗൺ വന്നു, ആ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്തു, സെക്കൻഡ് വൈറ്റ് ഡോട്ടിൽ ഇടിച്ചു, റിവേഴ്സായി. ഇനി ആ വൈറ്റ് ഡോട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്ത 294, 310, 325, 375 ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടത്തണേ. അപ്പോൾ അതിൽ ഇനി സംഭവിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോസ് ഓവർ ഇപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ റെഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമാണ് സസ്റ്റെയിൻ ആയിട്ട് സിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് റെഡിലേക്ക് മുട്ടുന്ന അറ്റ് എ ടൈമിൽ ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അതൊക്കെ ഒരു ചാൻസസ് ആണ്, ഈ മാർക്കറ്റ് 294 310 പോയി കഴിഞ്ഞാൽ
അവിടെ നിന്ന് ഇത് റെഡിലേക്ക് കയറുന്ന സമയം ഒരു ഡംപ് വന്നാലും സപ്പോർട്ട് എടുക്കാനായിട്ട് ഒരു ഫേക്ക് ഡംപ് വന്നാലും മാർക്കറ്റ് 255 വരത്തുള്ളൂ. അപ്പോൾ 255 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി ക്ലോസ് ആയാൽ മാത്രം നമ്മൾ അടുത്ത ഡൗണിനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് റെഡിലേക്കും കൂടെ കയറി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 375 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നിലവിലുള്ള റെസിസ്റ്റൻ്റ് 293, 310 യെല്ലോ ലൈൻ. ഓൾറെഡി ആ മാർക്കറ്റ് 304 ആയിട്ടുണ്ട്. 300 മേലിൽ 321 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ലോക്ക് ചെയ്തിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 300 ലെവലിലേക്കാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് റെഡിലേക്ക് കയറുന്ന സമയത്ത് 295 321 ഒക്കെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കാം. ഈ 321 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയയാണ്. നമ്മൾ ഒരു തവണ ആ ഭാഗത്ത് ട്രൈ ചെയ്ത ലോ ആണ് നമ്മളിവിടെ പോയിൻ്റാക്കി മാറ്റിയത്. എഗെയിൻ ആ ഭാഗത്തേക്ക് തന്നെയാണ് മാർക്കറ്റ് റീടെസ്റ്റിന് വേണ്ടി വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ 300 ഭാഗത്തേക്ക്. അപ്പോൾ 45 നമ്മൾ എത്രയിലെടുത്തേ? നമ്മൾ 35 എൻട്രി എടുത്തത്. 35, 40, 65 പോയിൻ്റാണ് നിലവിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. അത് എവിടെയെങ്കിലും ഒരു സാമാന്യം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ SMA ടച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഡൗണിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് തമ്മിൽ ടാലി ആവണം, അതായത് കറക്റ്റ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കണേ. അപ്പോൾ ഈ SMA ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 215 ഫാളാവും. 215 ഫാളാവുകയാണെങ്കിൽ നമുക്കിത് ഹോൾഡ് ചെയ്ത് 375 വരെയൊക്കെ കൊണ്ടുപോകാം. ഇപ്പോൾ 310, ഒരു 35 പോയിൻറ്റും കൂടെ കിട്ടിയാൽ ഇവിടെയും കിട്ടും 100 പോയിൻറ്റ്. 318 ടച്ച് ചെയ്തു. 318, 20 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 20 എത്രയാണ്? 335. 15 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും 100 പോയിൻറ്റാണ്. 239, 100 പോയിൻറ്റ് റൈഡ് ചെയ്തെടുത്ത്. 1-2 പോയിൻ്റ് അല്ല, 335 235 തൊട്ട് 335 വരെ 150 പോയിൻ്റോളം പിയിൽ 150 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പോട്ടെ, 150 പോയിൻ്റ് വേണ്ട, 100 പോയിൻ്റ്. അതേപോലെ തന്നെ സിയിൽ 100 പോയിൻ്റ്, 200 പോയിൻ്റ്. ഇതൊക്കെ നടപടിയാവും ഇല്ലയോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കണ്ടത്. 200 പോയിൻ്റ് റൈഡ് ചെയ്യുക. 250 പോയിൻ്റ് മേലെ കിട്ടിയിട്ടുണ്ട്. 200 പോയിൻ്റ് ഒരു ടെൻഷനും ഇല്ലാതെയാണ് റൈഡ് ചെയ്തെടുത്തത്. മാർക്കറ്റ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് റിജക്ഷൻ ആവുകയാണ്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ നടന്ന് നിൽക്കുകയാണ്. കറക്റ്റ് 335 വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി 335 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് 375 മാർക്കറ്റ് പോകത്തുള്ളൂ. അതായത് ഇത് റെഡിലേക്ക് വന്ന് മുട്ടുന്ന ടൈമിൽ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ ആ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് 255 വരും. അടുത്തൊരു 3 ക്യാൻഡിലിൽ നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 375 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മാക്സിമം കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് നേരം ഒന്ന് സ്ട്രഗിൾ ചെയ്യും. സ്ട്രഗിൾ ചെയ്തതിന് ശേഷം നമ്മളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് 339 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 375. അവിടെ കുറേ നേരം ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 410, 435, 456 ലെവലിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. നേരെ മറിച്ച് പീനെ സംബന്ധിച്ച് 320, 293 നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് വേറെ പിയിൽ അടുത്തൊരു സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. 236, 25, 100 പി നമുക്ക് നോക്കാം. 25, 100 പി അത് പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. കാരണം RSI ഒന്ന് ക്രോസ് ഓവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും
ഒരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി താഴേന്ന് എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഹാഫ് പോർഷനിലാണ് നിൽക്കുന്നത്. ഈ ഹാഫ് പോർഷനിൽ ഡൈവർജൻസ് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത മൂവ്മെൻ്റാണ് നമ്മൾ എന്താ പ്രതീക്ഷിച്ചത്, ബാക്കി പത്രമാണ് ഇപ്പോൾ നിലവിലെ മാർക്കറ്റിൻ്റെ ബാക്കി പത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 345 ഭാഗത്ത് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് 345 എഗെയിൻ ബ്രേക്ക് ചെയ്ത 380 ആ ഭാഗത്തേക്കാണ് നമ്മളൊരു മൂവ് പ്രതീക്ഷിച്ചത്. അതിനുശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്തിട്ട് പിയിലേക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തത്. അതിൽ പിയുടെ റെക്കോർഡിങ് ഞാൻ ഓണാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയിപ്പോയത്. ഞാൻ റെക്കോർഡിങ് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ പോസായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, RSIയിൽ ക്രോസ് ഓവർ കിട്ടി. അപ്പോൾ ആ സമയത്ത് നമ്മൾ 270 ആണ് 250 അല്ലെങ്കിൽ 237 ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് 395 ആണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിക്കാം. ഈ മൂവ്മെൻ്റ് ഒന്ന് കഴിയട്ടെ. ഇത് 154 വരെ പോകുമെന്നുള്ള 354 വരെ പോകുമെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗ്രൂപ്പിലെ പോസ്റ്റ് ഒന്ന് കാണിക്കാം. മാർക്കറ്റ് 354 വരെ പോകുമെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 24,800 സി ബൈ അബവ് 320 ടാർഗറ്റ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25,100 പി ബൈ അബവ് 295 ടാർഗറ്റ് 327 345 SL ഏരിയ 270 ആണ് പറഞ്ഞത്. ആഫ്റ്റർ അപ്പ് മൂവ് സ്റ്റെയിൽ കോസ്റ്റ് ടു കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് ശേഷം നമ്മൾ 12:23 ആയപ്പോൾ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. ആ വോയിസ് നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ വോയിസിൽ പറഞ്ഞത് 270 മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് പി 270 മുതൽ 295 ഒരു ട്രിഗർ പ്രൈസ് ഉണ്ട്. 295 ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് 270 SL ആണ്. അത് മാർക്കറ്റ് ഡൗണിലേക്ക് പോയി എഗെയിൻ ആ ഒരു SL ഏരിയ ബ്രേക്ക് ചെയ്താൽ 270 മുതൽ 295 വരെ എടുക്കാം. ആ 95 കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ് 345 വരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ മൂവ്മെൻ്റാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. അപ്പോൾ 12:30 ശേഷമുള്ള മൂവ്മെൻറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ 278 ആ ലെവലിലായിരുന്നു മാർക്കറ്റ് നിന്നേച്ചേ. അതിനുശേഷം ഒരു ഡൗൺ വന്നു, വീണ്ടും 270 കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നു. ആ മൂവ്മെൻ്റാണ് ഈ കാണുന്നത്. നമ്മൾ 350 വരെയാണ് ഏകദേശം പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 340 വരെയാണ്. നമ്മൾ 345 ആണ് ഒരു ബഫർ സോൺ ഇട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര പോയിൻ്റ് ആയിരുന്നു നോക്കി, 270 തൊട്ട് 322 വരെ 50 പോയിൻ്റ് അവിടെയും കിട്ടി. അപ്പോൾ 150, 250, 300 പോയിൻറ്റിൻ്റെ അടുത്ത്, 300 പോയിൻറ്റും പോട്ടെ, എന്തായാലും വേണ്ട, ഒരു 200 പോയിൻ്റ് ഈസി ആയിട്ട് ഇന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് 354 ആണെങ്കിലും നമ്മളൊരു 345 ആണ് ട്രിഗർ പ്രൈസ് വെച്ചിരുന്നത്. ആ ട്രിഗർ പ്രൈസ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. 354 വരെ ഉണ്ട്, എന്നാലും നമ്മൾ ബഫർ സോൺ ഇട്ട് വെച്ചതാണ്, വേറൊന്നുമല്ല. അത്രയും ചിലപ്പോൾ DK വന്നു കഴിഞ്ഞാൽ ഹിറ്റായ പാടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 360 വരെ മാർക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 350 ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നും വരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബൈ ആൻഡ് ഹോൾഡ്. CE നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യാം, എന്നിട്ട് ഹോൾഡ് ചെയ്യാം. നമുക്കൊരു 10 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൽ മസ്റ്റായിട്ടും ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ എന്ന് വെച്ചാൽ 221 ആണ് ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ.
അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തു, 208 എൻട്രി പ്ലാൻ ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ട്രിഗർ ഏരിയ എന്ന് പറയുന്നത് 221 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 219.80 വരെ പോയിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ ഒരു ട്രിഗർ ഏരിയ പ്രതീക്ഷിക്കുന്നത് 221 ആണ്. 221 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അത് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ എന്തായി, നമ്മൾ 208 എൻട്രി എടുത്തത്. 208 കഴിഞ്ഞിട്ട് 221 വരെ. ഓക്കെ, ഇനി അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് മേളിലോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ 221 ആണ് ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞത്. ആ ഫസ്റ്റ് ടാർഗറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രം നമുക്ക് ബാക്കി നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.